സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് കണ്ടത് ചിരട്ട ആക്രി എടുക്കപ്പെടും. ഞാനിപ്പോ മൂവാറ്റ വൺ വേ ഭാഗത്തോടെ അങ്ങനെ പോകുമ്പോ കണ്ടൊരു സംഭവമാണ്. ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അപ്പുറം ഇക്ക വെച്ചിട്ടുണ്ട്. ആയിക്കാട് ചോദിച്ചു നോക്കാം. അതെ, ഞാനിതിന് പോയപ്പോ ഒരു ബോർഡ് അവിടെ കണ്ടല്ലോ, ചിരട്ട ആക്രി എടുക്കപ്പെടുന്നത്. അവിടെയാണ് എടുക്കുന്നത്. നമ്മുടെ പ്ലാസ്റ്റിക് ചേർത്തയാണോ സാധാ? പ്ലാസ്റ്റിക്കിന്റെ ചേർത്തല്ല, നമ്മളെ സാധാ തേങ്ങ പൊളിച്ചിരുന്ന തേങ്ങയുടെ ചേർത്ത അവിടെ എടുക്കണല്ല. അതൊന്ന് പോയി നോക്കാം കേട്ടോ. അപ്പൊ ഇതാണ് ആക്രിക്കരയാണ്. നമ്മുടെ ചെറ്റ മാത്രമല്ല, ആക്രി എല്ലാം എടുക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പൊ അവിടെയാണ് ഈ ചെറ്റ എടുക്കുന്നത്. അപ്പൊ നമ്മള് സുഹൃത്ത് അവിടെ ഉണ്ട്, പുള്ളി എടുത്ത് ചോദിച്ചോ. നമസ്കാരം ഉണ്ടോ? എന്നാ തിരക്കാണോ? എന്നാ പരിപാടി? ലോഡിങ്ങിലാ. എന്നാ ആക്രിയാണോ? ആക്രി. അതെ, ഞാനിങ്ങനെ പോകാനായിക്ക് അവിടെ ഒരു ബോർഡ് കണ്ടു, ചിരട്ട ആക്രി എടുക്കപ്പെടുന്നു. അത് എന്നാ സംഭവം? ചിരട്ട നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ചിരട്ടകൾ, സാധാ ചിരട്ട. ഇതാണ് നമ്മള് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാ ചിരട്ടയാണ് അല്ല? ഇത് തൂക്കത്തിലെടുക്കുക. അതാ, ഇത് എന്താ ഉപയോഗം? ഇതിന്റെ ഉപയോഗം നമുക്ക് വെളിയിലേക്ക് കയറി പോകുന്നത്. ഇത് അങ്ങോട്ട് പോണേ? ഇത് ഗുജറാത്തിലേക്ക് കയറി പോകുന്നുണ്ട്. ഗുജറാത്തിലേക്ക് കയറി പോകണം. നമ്മളെ ഒരു ടീം ഇവിടെ ഏൽപ്പിച്ചേക്കുവാണ് കളക്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇത് നിങ്ങൾ വില കൊടുത്ത് വാങ്ങണം. ഇരുമ്പ് പാട്ടയൊക്കെ മേടിക്കാം. കിലോ 10 രൂപയായിരുന്നു നേരത്തെ വില. വില കയറി 17-18 ആയി. 17 രൂപ വില ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ബൾക്കായിട്ട് നമുക്ക് ഒരു 20 രൂപ വരെ നമുക്ക് 20 രൂപ വരെ കിട്ടൂല. അത്രയും വില ഉണ്ടല്ല. ഇത് സാധാരണ വീടുകളിലെ ആളുകൾക്ക് അറിയില്ല. ഇത് കത്തിക്കലില്ല. ചേട്ടപ്പെട്ടി ഒന്നും ഇല്ലല്ലോ. പെട്ടിയില്ല. പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഗ്യാസ് ഉണ്ട്, അടുപ്പിലും കഴിക്കുള്ള ഹീറ്റർ ഉണ്ട്. അപ്പൊ കത്തിക്കലുമില്ല. ചുമ്മാ ഉപയോഗം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറമ്പിലേക്ക് വലിച്ചെറിയും. പിന്നെ മഴക്കാലത്ത് അവിടെ കൊതുകാ ശല്യമല്ല. ഇപ്പൊ നമുക്ക് ആക്രിയുടെ വില കിട്ടും. ഈ സാധനം ഏറ്റവും വിലയുള്ള സാധനമായി ഇപ്പൊ. അത് തന്നെ. അതാ ബോർഡ് കണ്ടേ. ഞാൻ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഈ ചിരട്ടയ്ക്ക് വില ഉണ്ടെന്നുള്ള സംഭവം. ഇന്നാണ് ഞാൻ അറിയണേ. ഇന്നിപ്പോ ഇതില് പോയപ്പോ ഇങ്ങനെ കണ്ടു ഇവിടെ കയറിയതാണ്. അപ്പൊ ഞാൻ ഈ സ്ക്രാപ്പ് ബോർഡിൽ നിന്ന് ഇങ്ങനെ ഈ ചിരട്ടയുടെ വീഡിയോ എടുക്കാൻ വന്ന വേറൊരു രസകരമായ ഒരു സംഭവമാണ് ഇത്. പിന്നെ ഞങ്ങള് വാരിക്കാട്ട് കുടുംബയോഗത്തിന്റെ ഒരു ഡയറക്ടറി ഈ സ്ക്രാപ്പ് ബോർഡിൽ നിന്ന് എനിക്ക് ഇപ്പൊ കിട്ടിയതാണ്. 2010 ഇതുകൊണ്ട് ഇതിനകത്ത് നമ്മുടെ പ്രസ്ഥാനം കൂടെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ? അപ്പൊ നമുക്ക് ഇവിടെ ചിരട്ട മാത്രമല്ല, ബാക്കി എല്ലായിട്ടും എടുക്കണ്ടില്ല. എല്ലായിട്ടും ഉണ്ട്. ഇതൊരു സൈഡായിട്ടുള്ളൂ. കൊണ്ടുവരണ ഇതിന്റെ ഒപ്പം ആക്രിയുടെ ഒപ്പം കൊണ്ടുവരുന്നുണ്ട്. അതും കൂടെ എടുക്കും. നമുക്ക് മെയിൻ ഇരുമ്പ്, പാട്ട, പേപ്പർ, കുപ്പി എല്ലാ ഐറ്റം എടുക്കും. എല്ലാ ഐറ്റം എടുക്കില്ല. അപ്പൊ ഞാനിങ്ങനെ ബോർഡ് കണ്ട് കയറിയതാണ്. അപ്പൊ സന്തോഷം. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ സ്ക്രാപ്പുകളുടെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ വൺ വേയില് പനക്കിൽ ഓട്ടോമൊബൈൽസ് ഓപ്പോസിറ്റ് ആയിട്ട് വരും കേട്ടോ.